ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് കസ്റ്റർഡ് പൗഡർ വെച്ചിട്ട് നല്ല ഈസി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അപ്പോൾ ഞാനിതിൽ കോൺഫ്ലോറോ കസ്റ്റർഡ് പൗഡറോ ഒന്നും ചേർക്കണില്ല. നമ്മൾ വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഐസ്ക്രീം ആക്കിയെടുക്കാൻ പറ്റും. രണ്ട് രീതിയിലായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അപ്പത്തിൻ്റെ ഒക്കെ പൊടിയില്ല, അപ്പം പത്തിരിൻ്റെ ഒക്കെ പൊടി അത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗർ വേണം. പിന്നെ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി. പാൽപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങളെടുത്തുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഒരു 10 കാഷ്യൂ വേണം. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സിയിൽ നല്ലോണം പൊടിച്ചിട്ട് എടുക്കണം, നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ റൈസ് ഫ്ലോർ എടുക്കുന്ന സമയത്ത് ലെവൽ ചെയ്തിട്ട് എടുക്കുക. 3 ടേബിൾ സ്പൂൺ തന്നെ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചിട്ട് എടുക്കണം. ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി, ബാക്കി നമുക്ക് കസ്റ്റർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്യൂവിൻ്റെ കുറച്ച് തരിയൊന്നും ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് സോസ് പാനിലോട്ട് ഒരു 3 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. 750 ml പാലുണ്ട്. പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ കൂട്ടില്ലേ അതിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ പാലിൻ്റെ കൂട്ടിലോട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലോണം കുറുക്കിയിട്ടെടുക്കണം. അപ്പോൾ ഈ കൂട്ട് ഒഴിച്ചതിന് ശേഷം ആദ്യം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാട കെട്ടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ പാല് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നും കൂടി തിക്കാണ് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഷുഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. ഷുഗർ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ വെനിലൻ്റെ പൗഡറാണ് ചേർക്കുന്നത്. വെനില എസൻസ് ചേർക്കുകയാണെങ്കിൽ ഒന്ന് ഓഫാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പൗഡർ ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. ഈ കൂട്ട് ഒന്നും കൂടി കുറുകി വരണം, അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഈ ഫ്രൂട്ട് കസ്റ്റാർഡിന് യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത സമയത്ത് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് യെല്ലോ കളർ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രോബെറിൻ്റെ ഫ്ലേവറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനുകൊണ്ട് ഞാൻ ചേർക്കാത്തതാണ്. ഇതിലോട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം, നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നുള്ളി ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ കസ്റ്റാർഡ് നല്ലോണം കറക്റ്റ് പാകമായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം, കാരണം തണുത്ത് വരുമ്പോൾ ഇതൊന്നും കൂടി കുറുകി വരും. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ചൂടാറാനായിട്ട് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കസ്റ്റാർഡിൻ്റെ കൂട്ട് അധികം തിക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ടെടുത്താൽ മതി. പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മുകളിലൊക്കെ നമുക്ക് ചൂടാറുന്ന സമയത്ത് പാട കെട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോബെറിൻ്റെ എസൻസാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നിങ്ങളെടുത്ത് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ചേർക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഡ്രോപ്സ് ഇട്ടിച്ച് നോക്കുക. അപ്പോൾ എത്രത്തോളം കളറ് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചേർത്തെടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് പാകത്തിൽ എസൻസ് ചേർത്ത് കൊടുക്കുക, അധികമായി പോകരുത്. ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളെ കസ്റ്റാർഡിൻ്റെ കൂട്ടൊക്കെ നല്ലോണം തണുത്ത് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഐസ്ക്രീമാണ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പാത്രത്തിൽ ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണ് ഷുഗറും 2 ടേബിൾ സ്പൂണ് വെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഷുഗർ സിറപ്പ് ശരിയായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഈ ഫ്രൂട്ട് കസ്റ്റാർഡിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ ഞാനിവിടെ ആപ്പിൾ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ആപ്പിൾ ഉണ്ട്, 1/2 കപ്പ് ഗ്രേപ്സ് ആണ്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഞാൻ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിന്നിലുള്ള പൈനാപ്പിളാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് പൈനാപ്പിളാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയില്ലേ, ആ സമയത്ത് അതിലോട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പോംഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ്. പിന്നെ ചെറുപഴം, 2 ചെറുപഴമാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, പൂവമ്പഴമാണ് എടുത്തത്. ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. ബൗളിലോട്ട് ചേർത്തതിന് ശേഷം ചൂടോടെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പില്ലേ, അത് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിൽ ഒഴിക്കുന്ന സമയത്ത് ആ ഗ്രാമ്പും പട്ടൊന്നും ഉപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ ഫ്രൂട്ട്സിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സ് കസ്റ്റാർഡിൽ മിക്സ് ചെയ്യൂലേ, ആ സമയത്ത് എടുത്തിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നിന്നോട്ടെ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് നല്ലോണം ഫ്രൂട്ട്സിൽ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ കസ്റ്റാർഡിന്. ഇത് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് സെർവ് ചെയ്യാൻ പോകുന്ന സമയത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല തണുപ്പിച്ചതിന് ശേഷം നല്ല മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ള പട്ടയും ഗ്രാമൊക്കെ ഈ സമയത്ത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ഇതിലോട്ട് ചേർത്തതിന് ശേഷം കുറച്ച് നട്ട്സും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബദാമാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് പോംഗ്രാനൈറ്റ് വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് തന്നെയാണിത്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കഴിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, അത്രയും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.